നമ്മൾ ഇന്ന് രാവിലെ 8:30 ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നേ. ജാനുവരി 10th വരെ ആയിരുന്നു കേട്ടോ നമുക്ക് സെം ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നേ. അതായത് നമുക്കിപ്പോ 5th സെം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് മൊത്തത്തിൽ വരുന്നത് 8 സെം ആട്ടോ. അതിലിപ്പോ 5ാമത്തെ സെമ്മിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ നമ്മളെ കോളേജിലേക്ക് എത്തുന്നതെന്ന് നോക്കിയാലോ. KSR റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു കേട്ടോ നമ്മൾ കേരളത്തിൽ നിന്ന് ടിക്കറ്റ് എടുത്തത്. അതായത് മെജസ്റ്റിക്കിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ വേണ്ടി. ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം നമ്മൾ പ്ലാറ്റ്ഫോം 22-ലാണ് വരേണ്ടത്. നമുക്ക് നെലമംഗലയിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നമ്മുടെ ബസ് നമ്പർ 258 ആണ്. ടിക്കറ്റ് ചാർജ് ഏകദേശം ഒരാൾക്ക് 30 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളേ. ഇവിടുന്ന് നമുക്കിനി ഏകദേശം 1-1.25 മണിക്കൂറത്തെ യാത്രയുണ്ട് കേട്ടോ നമ്മളെ കോളേജിലേക്ക് പോവാൻ. പക്ഷേ നമുക്ക് ഇവിടെ ബസ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല കേട്ടോ, മെട്രോ ഉണ്ട് കേട്ടോ. മെട്രോയിലാണെങ്കിൽ ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ എടുക്കത്തോളെ. അങ്ങനെ നമ്മളെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നെലമംഗല ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. നമുക്ക് ലഗേജസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഏതൊരു ഊബർ ബുക്ക് ചെയ്ത് നേരെ ഹോസ്റ്റലിൽ പോയി ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ട് നേരെ കോളേജിലേക്ക് ചെല്ലാം. അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളേ. ഊബറിലായതുകൊണ്ട് ഒരു 5 മിനിറ്റിൽ തന്നെ നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടോ. ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ റീജിയണൽ ലെറ്റർ ഒക്കെ ആയിട്ട് നേരെ കോളേജിലേക്ക് പോവാണ്. നമ്മളുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ള കേട്ടോ കോളേജിലേക്ക് എത്താൻ വേണ്ടിയിട്ടും. ആൻഡ് മീറ്റ് നമ്മളുടെ ക്യൂട്ട് ജാസ്മിൻ. അങ്ങനെ നമ്മൾ കോളേജിലേക്ക് കയറിയേ. പിള്ളേരൊക്കെ ഏകദേശം അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ആയിരുന്നു സത്യത്തിൽ റിപ്പോർട്ടിംഗ് ഡേറ്റ്. നമ്മൾ ഒരു ദിവസം വൈകിയായിട്ടോ നാട്ടിൽ നിന്ന് കയറിയേ. 10-20 ദിവസം കഴിഞ്ഞ് എല്ലാവരും കണ്ടപ്പോൾ മനസ്സിൽ നല്ല സന്തോഷമായിരുന്നേ. അങ്ങനെ നമ്മൾ റീജിയണൽ ലെറ്റർ ഒക്കെ കൊടുത്ത് സൈനൊക്കെ വാങ്ങിയിട്ട് നേരെ ക്യാൻറ്റീനിലേക്കാണ് പോയത്. അവിടുന്ന് 2 ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ആക്ച്വലി എല്ലാവരും ആകെ ടയർഡ് ആയിട്ടോട്ടെ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ യാത്രയൊക്കെ ചെയ്തിട്ട് വന്നതല്ലേ. ഇനി ഇവിടുന്ന് പോയിട്ട് വേണം ഫ്രഷ് ആവാൻ. അപ്പൊ നാളെ മുതൽ റെഗുലർ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവേ. പിന്നെ കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ അവിടുന്ന് ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. സോ ബൈ.